നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല വിഷയവും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അഴിമതികളും ഗുരുതരമായിട്ടുള്ള അനാസ്ഥകളും സർക്കാരിനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചൂടുപിടിപ്പിക്കുന്നു. കാരണം ഇതിലൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഉത്തരം പറയാനായിട്ട് സാധിക്കാതെ വരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി വീണ്ടും അടുത്തൊരു ടേമിനായി കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആശങ്കകളും അതുപോലെ പലതരത്തിലുള്ള തലവേദനകളും സ്വന്തം പാർട്ടി നേതൃത്വം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെയും നേതൃത്വത്തിൽ തുടർ ഭരണം പൊളിക്കാനുള്ള നീക്കം സജീവമാക്കി. ഹിന്ദുമത വിശ്വാസികളുടെ സെൻസിറ്റീവ് സബ്ജക്റ്റായ തന്ത്രി കണ്ഠര് രാജീവരെ അപമാനിച്ചും കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തെ നിസ്സാരവൽക്കരിച്ചുമാണ് MV ഗോവിന്ദൻ ഇന്നലെ രംഗത്തെത്തിയത്. വേടന്റെ വിവാഹ പ്രഖ്യാപനം നടത്തി മുന്നേറുന്ന ഗോവിന്ദൻ മാഷിന് മുന്നിൽ നിരായുധനാണ് പിണറായി വിജയൻ. രാജീവർക്ക് ജാമ്യം നൽകിയ നടപടിക്കെതിരെ SIT ഹൈക്കോടതിയെ സമീപിക്കുന്നത് CPM തീരുമാനപ്രകാരമാണ്. ഗോവിന്ദന്റെ പെരുങ്കള്ളൻ പ്രയോഗം ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതിൽ രൂക്ഷ പ്രതികരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. SIT അന്വേഷണം പൂർത്തിയായിട്ടില്ല. കോൺഗ്രസുകാർക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാലാണെന്ന് കണ്ടെത്തിയതോടെ മിണ്ടാട്ടമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. പോറ്റിയെ കയറ്റിയത് ആരപ്പ? നിങ്ങൾ എല്ലാവരും കൂടി ചോദിച്ചില്ലേ? അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? സഖാക്കളാണപ്പ. ഇപ്പോഴോ മനസ്സിലായില്ലേ? KC വേണുഗോപാലാണപ്പ എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം പുകയുകയാണ്. തന്ത്രിയെ തള്ളി CPMഉം മൃദു സമീപനം സ്വീകരിച്ച് കോൺഗ്രസും രംഗത്തെത്തിയതോടെ വിഷയം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കണ്ഠര് രാജീവരെ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്ത നടപടി സംശയാസ്പദമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും ദേവസ്വം മന്ത്രി VN വാസവനിലേക്കും എത്താതിരിക്കാനാണ് തന്ത്രിയെ കരുവാക്കിയതെന്നും മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തന്ത്രിയെ 41 ദിവസം ജയിലിൽ പാർപ്പിച്ചതെന്നും ചെന്നിത്തല ആരോപിച്ചു. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകളാണ് കേരളത്തിലെ ആശുപത്രികളിൽ നടക്കുന്നതെന്നും അതിൽ ഒന്നോ രണ്ടോ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ഓപ്പറേഷനുകളും തെറ്റാണെന്ന് പറയാനാവുമോ എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. വീഴ്ചകളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, അതുകൊണ്ടാണ് നടപടിയെടുക്കുന്നത്. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകളാണ് കേരളത്തിലെ ആശുപത്രികളിൽ നടക്കുന്നത്. അതിൽ 5 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചികിത്സാ വീഴ്ചകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്നും കരുതലോടെ ഓരോ ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 50 കൊല്ലം കത്രിക വയറ്റിൽ കിടന്നാലും കുഴപ്പമില്ലെന്ന ഡോക്ടറുടെ അഭിപ്രായത്തിനോട് സർക്കാരിന് യോജിപ്പില്ലെന്നും ഇത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ജാമ്യം കിട്ടിയതിൽ പ്രശ്നവുമില്ലെന്നും അന്വേഷണം പൂർത്തിയാവട്ടെ എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. തന്ത്രിയെ കുടുക്കി എന്നത് BJPയുടെ ആരോപണമാണ്. മൂല്യമേറിയ വാജിവാഹനം തന്ത്രിക്ക് എന്തിനാണ് കൊടുത്തതെന്ന് അന്നത്തെ കോൺഗ്രസ് അംഗങ്ങൾ അടങ്ങിയ ദേവസ്വം ബോർഡിനോട് കോടതിയാണ് ചോദിച്ചത്. ഒരു കുഴപ്പവുമില്ലാത്ത കൊടിമരമാണ് അന്ന് മാറ്റിയത്. ഇത്രയും കാര്യങ്ങൾ വന്നതോടെ കോൺഗ്രസിന് ഉത്തരം മുട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുരുക്കിയതാണോ SIT? ഇതാണ് ഇന്നത്തെ ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തതിന് പിന്നാലെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ED വന്ന് മന്ത്രിയെ പിടികൂടുന്നതിന് മുമ്പ് തന്ത്രിയെ പിടിച്ച് ചിത്രം മാറ്റാനാണോ നീക്കമെന്നാണ് സംശയം. യുവതി പ്രവേശന സമയത്ത് സർക്കാരിനെതിരെ കൃത്യമായ നിലപാടെടുത്തയാളാണ് തന്ത്രി രാജീവരെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളി എന്നാണ് SITയുടെ അറസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ലെന്നതും ശബരിമലയിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി ആചാരങ്ങൾ പാലിച്ചില്ലെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. സ്വർണം പതിച്ചതാണെന്ന് അറിവുണ്ടായിരുന്നിട്ടും വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. പാളികൾ കൊണ്ടുപോകുന്നത് ആചാര ലംഘനമെന്ന് ബോർഡിനെ അറിയിച്ചില്ലെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. തന്ത്രി മറ്റ് പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തി ദേവസ്വം ബോർഡിനെയും നഷ്ടമുണ്ടാക്കിയെന്നും തന്ത്രിയുടെ അനുമതിയോടെയല്ല കട്ടിളപ്പാളികൾ കൊണ്ടുപോയതെന്നും എന്നിട്ടും ഇക്കാര്യം ദേവസ്വം ബോർഡിനെയോ ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ലെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു.
എന്നാൽ തന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ലെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയത്. രാജീവരെ അറസ്റ്റ് ചെയ്തതോടെ ശബരിമല കൊള്ള ശബരിമലയ്ക്കുള്ളിൽ തന്നെ നടന്ന ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ഇത് തന്നെയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. മാധ്യമങ്ങൾ പൂർണ്ണമായും തന്ത്രിക്ക് പിന്നിൽ അണിനിരന്നു. തന്ത്രി സ്വർണം കട്ടതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. തികച്ചും സാങ്കേതികമായ പിഴവുകളാണ് തന്ത്രിയെക്കുറിച്ച് പറയുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് മന്ത്രിയാണെന്ന് പത്മകുമാർ പറഞ്ഞതായുള്ള മൊഴി പുറത്തു വന്നിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. അതിൽ നിന്നും സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ ആഭ്യന്തര കാര്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള സർക്കാർ ശ്രമം പുറത്തു വന്നു. തന്ത്രിയെ അപമാനിച്ച് ശബരിമലയെ മോശമാക്കാനാണ് സർക്കാർ ശ്രമം. ഇതിനെതിരെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള BJP നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം പറ്റുന്ന വ്യക്തിയായ തന്ത്രി ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയതെന്നാണ് SIT കണ്ടെത്തൽ. അനുമതിയില്ലാതെ കൊണ്ടുപോയെന്ന് തന്ത്രി അധികൃതരെ അറിയിച്ചില്ലെന്നും പാളികൾ ഇളക്കുന്ന ദിവസം ഉൾപ്പെടെ ശബരിമലയിൽ ഉണ്ടായിട്ടും മൗനാനുവാദം നൽകിയെന്നും തന്ത്രിയുടേത് കുറ്റകരമായ മൗനാനുവാദമാണെന്നുമാണ് SITയുടെ അറസ്റ്റ് നോട്ടീസിൽ പറയുന്നത്. ദേവന്റെ അനുജ്ഞമാകാതെയാണ് കട്ടിളപ്പാളികൾ കൈമാറിയതെന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ലെന്നും ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും തന്ത്രി സ്വീകരിച്ചില്ലെന്നും കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തുവെന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കട്ടിള ഇളക്കുന്നത് തന്ത്രിയുടെ പണിയല്ല, അത് ദേവസ്വം ബോർഡിന്റെ ജോലിയാണ്. തന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ തീരുമാനം തടസ്സപ്പെടുത്താൻ തന്ത്രിക്ക് അധികാരമില്ലെന്നും തന്ത്രിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CD അനിൽ പ്രതികരിച്ചു. തന്ത്രി ഒരു കീഴുദ്യോഗസ്ഥൻ മാത്രമാണെന്നും അറസ്റ്റ് നടപടിയിൽ തന്ത്രിയുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടുവെന്നും അനിൽ പറഞ്ഞു. തന്ത്രിക്ക് യാതൊരു സാമ്പത്തിക ലാഭവുമില്ലെന്നും ആചാര ലംഘനം നടത്തിയെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കാത്ത വാദമാണെന്നും അനിൽ പറഞ്ഞു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സഖാക്കൾ സമൂഹമാധ്യമത്തിൽ അത് ആഘോഷിക്കാൻ തുടങ്ങിയതോടെയാണ് തന്ത്രിയുടെ അറസ്റ്റിൽ ചിലർക്കെങ്കിലും സംശയം തോന്നിയത്. ED വന്നാൽ കടകംപള്ളി അകത്താകുമെന്ന് മനസ്സിലാക്കിയാണ് പുതിയ നടപടിയെന്ന് കരുതാം. കേസെടുത്തതിന് പിന്നാലെ ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത് പോലെയുള്ള നടപടിയാണ് ഈ ECIR. കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒറ്റ കേസായി പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് FIRലെ എല്ലാവരെയും പ്രതികളാക്കിയാണ് ED അന്വേഷണം നടക്കുക. കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവനുസരിച്ചാണ് ശബരിമല കേസ് ED അന്വേഷിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും EDക്ക് കൈമാറാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതികളുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടും. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളാണ് ED ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. കൊച്ചി അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം.